ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടിത്തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന മുഹമ്മദ് ഈ ഫസ്റ്റ് മദർ മീറ്റിംഗ്, ഫസ്റ്റ് മദർ എന്ന ആശയം അത് എന്താണ് നിങ്ങൾക്ക് പലർക്കും അത് അറിയുന്നുണ്ടാവും. ചില ആൾക്കാർക്ക് ചിലർ മുമ്പ് വന്നിട്ടുണ്ടാവില്ല. മുമ്പത്തെ മീറ്റിംഗ് ഞങ്ങൾ 2 കൊല്ലമായി ഈ മീറ്റിംഗ് നടത്തുന്നതാണ്, എല്ലാ മാസവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കൂട്ടായ്മ. പക്ഷെ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അറിയുണ്ടാവും, പുതിയ ചില ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, അവർക്കൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഞാൻ ബ്രീഫായിട്ട് എന്താണെന്ന് ഇത് പറയാം. ഇപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് വരുമ്പോൾ, എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് അവർ വരികയാണ്, ഞങ്ങൾ ഗർഭിണിയാണോ ഇല്ലയോ എന്ന് അവർക്ക് സംശയം ഉണ്ടാവും. പക്ഷെ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം, അതേപോലെ തന്നെ അവളുടെ ഹസ്ബൻഡിൻ്റെ മുഖത്ത്, അവളുടെ കുടുംബാംഗങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം കാണുമ്പോൾ പലപ്പോഴും ഞങ്ങളും അതിൻ്റെ കൂടെ സന്തോഷിക്കാറുണ്ട്, ഞങ്ങളും വളരെ ഹാപ്പി ആവാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാ മാസവും ഈ ഒരു ഗർഭത്തിൻ്റെ നിങ്ങൾ യാത്രയിൽ ഞാനും നിങ്ങളെ കൂടെ ഇഴകി ചേരുന്നുണ്ട്. അത് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ ഓരോ മാസത്തിൽ നിങ്ങളെല്ലാ വിസിറ്റും വരുമ്പോൾ കുട്ടിയുടെ അനക്കം കിട്ടുമ്പോൾ, കുട്ടീൻ്റെ അനക്കം ഞാനാണല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 9 മാസം ഈ കുട്ടീനെ നമ്മൾ ശുശ്രൂഷിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഡോക്ടർക്കും ആ കുഞ്ഞുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നുകൂടാ, സ്വാഭാവികമാണ് അത് വരാൻ. അപ്പം ഈ കുട്ടി ജനിച്ച് പ്രസവം കഴിഞ്ഞിട്ട് നമ്മുടെ കൈകളിലേക്ക് നമ്മളൊരു കുട്ടീനെ പുറത്തെടുക്കുമ്പോൾ നമ്മുടെ ഡോക്ടറിനെ ഏറ്റുവാങ്ങുമ്പോഴുള്ള ഒരു ഇമോഷൻ, അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതൊരു മാതൃത്വത്തിന്റെ ഭാവം ആ സമയത്ത് ഡോക്ടറിന്റെ ഉള്ളിലും വരും. അപ്പൊ ഞാനാണല്ലോ ഇവരുടെ ഫസ്റ്റ് മദർ എന്ന നിലയ്ക്ക് എനിക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ ഈ കുട്ടികളുടെ അടുത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കും ഈ കുട്ടികൾ നല്ല നിലയിൽ ജീവിതത്തിൽ മുൻപോട്ട് ഒരു നല്ല പൗരനായിട്ട് നമുക്കുണ്ടാവണം എന്നുള്ള ആഗ്രഹം ഞാനെന്നൊരു ഫസ്റ്റ് മദറിന് അതുണ്ട്. അപ്പം ആ ഒരു കൺസെപ്റ്റ് അത് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഞാൻ എങ്ങനെയാണ് ഈ ഒരു കാര്യം എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്. എനിക്ക് ഞാൻ പിന്നെ ഇത്രയും കാലം ഓൾമോസ്റ്റ് 40,000 ഡെലിവറിയിൽ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 23 years ആയിട്ട് ഈ കാസർഗോഡ് നഗരത്തിൽ പ്രസവങ്ങൾ എടുത്തിട്ടുണ്ട്, ഓപ്പറേഷന് നോർമൽ ഡെലിവറീസ് ആയിട്ട്. അപ്പം ഈ 40,000 കുട്ടികളുടെ ഫസ്റ്റ് മദറായ എന്നെ ഞാൻ എങ്ങനെയാണ് ഈ കുട്ടികളെ തേടുന്നത്? അങ്ങനെ ഞാൻ പഴയ ഡേറ്റയിലേക്ക് പോയി. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഫോൺ നമ്പേഴ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ വളരെ പാടുപറ്റി ഓൾമോസ്റ്റ് ഒരു 5,000 ആൾക്കാരെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ഇതിന് ഇനിയുണ്ട് 40,000ഓളം ആൾക്കാരെ ഇനി കിട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇന്നത്തെ ഒരു ഞാനെൻ്റെ ഫസ്റ്റ് മദറിൻ്റെ കടമ എനിക്ക് നിർവഹിക്കണം. അപ്പോൾ ഞാൻ ചെറിയ ഗ്രൂപ്പായിട്ട് ഈ കുട്ടികളെയും പാരൻസിനെയും വിളിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്കിന്ന് ഈ പ്രോഗ്രാംസ് വീനസ് തുടങ്ങിയ ശേഷമാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ഓരോ മീറ്റിങ്ങിലും പല എൻജോയ്മെൻറ്റ് കൂടാതെ തന്നെ ഇപ്പം ഈ കുട്ടികൾ ഇപ്പം ചീത്ത കൂട്ടുകെട്ടുകളുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവർക്ക് നല്ല നിലയിലേക്ക് അവരെ നയിക്കാൻ വേണ്ടിയിട്ട് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് മദർ കൺസെപ്റ്റ് ഞാൻ ഫസ്റ്റ് മദർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മളിപ്പം പണ്ടത്തെ പോലെയൊന്നുമല്ല കുടുംബജീവിതം. ഇപ്പം 5-6 വർഷം നമ്മൾ കൂടുതലായിട്ട് കുട്ടിയായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, കുട്ടീനെ വളരെ നന്നായിട്ട് നോക്കും. ഒരു 5-6 വർഷം 7 വയസ്സൊക്കെ കഴിയുമ്പോൾ മിക്കവാറും ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ. കുട്ടി കുറച്ച് വലുതാവുമ്പോൾ അത് പല കാരണം കൊണ്ടും ആവാം. ചിലപ്പം അവർക്ക് ജോലി തിരക്ക് കാരണം, പ്രൊഫഷൻ കാരണമാവാം, ചിലപ്പോൾ അടുത്ത കുട്ടി ഉണ്ടായതുകൊണ്ടുള്ള ഒരു ഇത് കാരണമായിരിക്കും. അവർക്ക് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. കുട്ടിക്ക് പലതും പാരൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല. അവരുടേതായിട്ടുള്ള ലോകത്തായിരിക്കും, അവരുടെ ഫ്രണ്ട്സായിരിക്കും അവർക്ക് വലുത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചിലപ്പം കുട്ടികൾ അമ്മ
അമ്മമാരും അച്ഛന്മാരും അടുത്തും ഡിസ്കസ് ചെയ്യില്ല. അവരൊരു തേർഡ് പേഴ്സൺ, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തേർഡ് പേഴ്സൺ, ഒരു ഫ്രണ്ട് ആയിരിക്കണം. മോശമായിട്ടുള്ള ഒരാളാണ് ഇത് കേൾക്കുന്നതെന്ന് വെച്ചാൽ അവർ വേറെ ഒരു വഴിയിലേക്ക് അവരെ നയിക്കും. അപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ ആവാനാണ് എൻ്റെ താല്പര്യം. എൻ്റെ കുട്ടികൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അവരുടെ പാരൻസിനോട് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ തേർഡ് പേഴ്സൺ ആയിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഒരാളായി മാറാനാണ് എൻ്റെ ആഗ്രഹം. ഓഫ് കോഴ്സ് നിങ്ങൾ അവരുടെ പാരൻസ് ആണ്, അമ്മയാണ്, അച്ഛനാണ്, പക്ഷെ അത് നിങ്ങൾ ചെയ്യില്ല നിങ്ങളായിട്ട്. അപ്പം അങ്ങനത്തെ ഒരാളാണ് ആവാനാണ് എൻ്റെ താല്പര്യം. നമ്പറിൽ വിളിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ആയിട്ട് ഞാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ ഞാൻ ഫ്രീ ആയിട്ട് അവരായിട്ട് ഗൈഡ് ചെയ്യും. എല്ലാം ഞാൻ തന്നെ ടൈം കണ്ടെത്തും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേഷ്യൻസ് ആയിട്ടല്ല, എൻ്റെ കുഞ്ഞുങ്ങളായിട്ട്, എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ ആ കുട്ടികളെ ഞാൻ കൺസൾട്ട് ചെയ്യുക. ആൾക്കാരുടെ ഡാറ്റയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പരിപാടി മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരുടെ ഈ 40,000 ആൾക്കാരെ ഫോൺ നമ്പർ അറ്റ്ലീസ്റ്റ് നമുക്ക് വേണം. അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പ്രസവം നടന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വീനസിൽ തുടങ്ങിയിരിക്കുന്നത് ഒരു ബ്രാഞ്ചാണ് റീജനറേറ്റീവ് മെഡിസിൻ. റീജനറേറ്റീവ് മെഡിസിന് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേ ഉള്ളൂ. ഇതെന്താ വെച്ചാൽ ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഇത്. ഫുൾ ഓർഗൻസ്. ഒരുപാട് ഭാവങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഭയങ്കര സന്തോഷമാണ്. വാവ്, എല്ലാ അമ്മമാർക്കും നമസ്കാരം. അപ്പോൾ എനിക്കൊരു കാര്യം, ഒരു അഭ്യർത്ഥന, നിങ്ങളെല്ലാവരുമാണ് ഈ ഉഷേൻ്റെ ബ്രാൻഡ് അംബാസിഡർ. നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഉഷ എന്താ പറയുക, 40,000 കുഞ്ഞുങ്ങളാണ്. അവൾക്ക് അവളുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഒരു വേദിയിൽ, എല്ലാവരും ഒരു ഹാളിൽ വെച്ചിട്ട് കാണണമെന്ന്. എനിക്ക് ഇവിടെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 500+ കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും 2017 തൊട്ടുള്ള എല്ലാം ഡാറ്റ ഉഷേൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ മുമ്പത്തെ ഒരുപാട് ഡാറ്റകൾ, ഒരുപാട് കുഞ്ഞുങ്ങളുടെ ഒന്നും അഡ്രസ്സ് ഇല്ല. അപ്പം നിങ്ങൾ മുഖാന്തരം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഉഷേൻ്റെ ഒരു സ്വപ്നം ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരോടും ഒന്ന് അഭ്യർത്ഥിച്ച്, ഉഷ നിങ്ങളുടെ ആദ്യത്തെ അമ്മ, ഫസ്റ്റ് മോം, നിങ്ങൾക്ക് വേണ്ടി പക്ഷേ നമ്മൾ അമ്മയാണെങ്കിലും നമ്മൾ നമ്മുടേതായ ജീവിതം നന്നായി എൻജോയ് ചെയ്യുന്ന അമ്മമാരാണ്. അതാണ് ഉഷ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖാന്തരം അവരെ പഠിപ്പിക്കാൻ. എൻജോയ് അച്ഛനമ്മേനെ എൻജോയ് ചെയ്യുക, കുട്ടികളുടേതായ ജീവിതം എൻജോയ് ചെയ്യുക, സ്കൂൾ എൻജോയ് ചെയ്യുക, കോളേജ് എൻജോയ് ചെയ്യുക. ആൻഡ് അതിനാണ് ഉഷ നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഈ വേദിയിൽ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ. നമ്മൾ യൂഷ്വലി ഫസ്റ്റ് മദർ കോൺസെപ്റ്റ്, അപ്പോയിന്റിങ് ഫസ്റ്റ് മോം, അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, നല്ലൊരു കോൺസെപ്റ്റാണ്. ഒരു എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ വരെ ചെയ്യാം, അത്ര നല്ലൊരു കോൺസെപ്റ്റാണ്. സോ എന്തായാലും നിങ്ങളെല്ലാവരും ഒരു വേദിയിൽ വെച്ച് കാണാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. അതൊക്കെ പിന്നെ ഞാനൊരു മലപ്പുറക്കാരിയാണ്, നമ്മൾ കോഴിക്കോട് ആൾക്കാരാണ്. പിന്നെ എന്താ വേണ്ടത്? അപ്പോൾ കാസർഗോഡ് നമ്മ ഊർദാപ്പ ഞാനൊന്ന് പറഞ്ഞപ്പോൾ വരുമോ? പിന്നെ ഞാൻ വരും, ഞാൻ എത്തും.
മലയാളത്തിന്റെ അഭിമാനമായ ടെലിവിഷൻ ഷോകളിലും തന്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയ വ്യക്തിത്വം. അനശ്വരം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ 2009-ലും 2011-ലും പാലേരി മാണിക്യം, സാൾട്ട് ആൻഡ് പെപ്പർ എന്നിവയിലൂടെ മികച്ച നടിക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഫിലിം ഫെയർ സൗത്ത് അവാർഡും കരസ്ഥമാക്കിയ ഏഷ്യ തരങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒത്തിരി ടെലിവിഷൻ ഷോകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മാതൃത്വം എന്ന ശ്വേതാ മേനോനെ വീനസ് ഫസ്റ്റ് മദർ മീറ്റിലേക്ക്, കാസർഗോഡിന്റെ മണ്ണിലേക്ക്, അമ്മമാരുടെയും കുട്ടികളുടെയും മനസ്സിലേക്ക് ഹൃദയപൂർവ്വം നിറഞ്ഞ കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. എന്താ പറയാ, എൻകറേജ് ചെയ്ത എൻ്റെ എക്സാംസിലെല്ലാം എനിക്ക് ചീറ്റിംഗ് ചെയ്യിപ്പിച്ച എൻ്റെ അമ്മയാണ്. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ന് ഈ ഒരു എന്താ പറയുക, ഒരു പൊസിഷനിൽ ഉഷേനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ആൻഡ് ഉഷ ഇങ്ങനെ ആയതല്ലാതെ ഉഷയ്ക്ക് ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റിയത് ഒബ്വിയസ്ലി ഉഷേൻ്റെ അച്ഛനമ്മയും ഫാമിലീൻ്റെ സപ്പോർട്ട് ആണെങ്കിലും നിങ്ങളെല്ലാവരും അറിയാത്ത there's always a successful man behind a successful, very very successful woman. അപ്പോൾ പ്രസാദ്, this can't be സൗത്ത് അവാർഡ് വാങ്ങിയ ഒരാളും കൂടിയാണല്ലേ. ശരി, അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു നിൽക്കുമ്പോൾ ബാല്യകാല സുഹൃത്തിന്റെ നല്ലൊരു സ്ഥാപനം, അഭിമാനമായ സ്ഥാപനത്തിലേക്ക് വന്നു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ബാല്യകാല ഓർമ്മകളൊക്കെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടാവുന്നുള്ളത് സംശയമില്ല. എന്ത് തോന്നുന്നു? കാസർഗോഡ് പരിപാടിയിലേക്ക്, ഫസ്റ്റ് മദർ മീറ്റിലേക്ക് രണ്ടാമത്തെ തവണയാണ് മാം ഇതേ വേദിയിൽ വെച്ച് ഇതേപോലെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിൽ നിൽക്കുക. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ സജസ്റ്റ് ചെയ്തതെന്നുള്ളത് ഒരു ചോദ്യമല്ലേ? ഫസ്റ്റ് മദർ കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ പല ഡിഫറെൻറ്റ് മേഖലകളിലാണെങ്കിലും, ഞാൻ ഗൈനക്കോളജിയിൽ ഡോക്ടറായി, ശ്വേത ബിക്കം എ ആക്ട്രസ് ആൻഡ് ഷി ഗോട്ട് മെനി അവാർഡ്സ്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ശ്വേതൻ്റെ പേരാണ്, ശ്വേതൻ്റെ മുഖമാണ് എനിക്ക് വന്നത്. നമ്മൾ ഒരിക്കലും അവളുടെ കളിമണ്ണിൻ്റെ ആ മാത്രത്തിൻ്റെ ആ ഒരു അഭിനയം, ആ ഒരു ഭാവങ്ങൾ, അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. യു ഹാവ് ഡൺ സോ വെൽ ഇൻ ദാറ്റ്. സോ യു ആർ ദ റൈറ്റ് പേഴ്സൺ ഫോർ ദിസ്. അപ്പൊ നമ്മുടെ യെസ് ഓക്കെ ആയിക്കോട്ടെ. ചെറിയ കുഞ്ഞു മക്കൾ കുറച്ചു പേര്, ഒരുപാട് പേര് വളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണേ. ഘട്ടം ഘട്ടമായിട്ട് ഒരുമിച്ച് എല്ലാവരുടെയും ഹൃദയമിടിപ്പ് ഇവിടെ കേൾക്കാം. യെസ് ഓക്കെ. എന്തായാലും മാം കൂടി നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ഇവർക്ക് ഈ ഒരു സ്നേഹപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ സമ്മാനം കൂടി കൈപ്പറ്റിയിട്ടുണ്ട്. റെഡി റെഡി യെസ്. ഇല്ല, 200-ൽ കൂടുതൽ. ഇനി അതായിരിക്കും അടുത്ത് 200-ൽ കൂടുതൽ. ശരി, ഓക്കെ. രണ്ടുപേർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. എന്തായാലും എവിടെയും നടക്കാത്തൊരു ചടങ്ങാണ് ഫസ്റ്റ് മോം. അതിന് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊരു ആഘോഷമായിട്ട് നമുക്കൊരു വലിയൊരു ഫെസ്റ്റിവലായിട്ട് മാറ്റണം. അപ്പോൾ ഇനി ഉഷ, മേ യു കീപ് ഗ്രോയിങ് 40 to 80, 80 to 120. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് കാസർഗോഡ്. മാമിന്റെ കൂടെ സ്റ്റെപ്പ് കൂടിയിട്ടുണ്ട്. റെഡിയാണോ? ഡാൻസ് കളിക്കാൻ റെഡിയാണോ? എല്ലാവരും ഡാൻസ് കളിക്കാൻ റെഡിയാണ്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ട് ഇത്രയും പേരുടെ
കൊടുക്കണം. സ്പീഡിൽ പറഞ്ഞാൽ പക്ഷെ അതിന് മുൻപ് ചെയ്ത വളരെ മനോഹരം. പക്ഷെ എന്തായാലും കാസർഗോഡിന്റെ ഭാഷ കൂടി കേൾക്കാൻ
FTD ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.